ഗോഡ്സില്ല -1 എന്ന പടത്തിൻ്റെ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയാൻ പോകുന്നത്. പടം ഞാൻ കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി പടം. പിന്നെ ഈ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലോ ബഡ്ജറ്റ് പടം തന്നെയാണ് പറയുക. കാരണം 100 കോടിക്ക് അടുത്താണ് ഈ പടത്തിൻ്റെ ബഡ്ജറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ 100 കോടിയിൽ ഈ നമുക്ക് എന്തൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. പിന്നെ ഇതിന് ബെസ്റ്റ് VFX-നുള്ള ഓസ്കാർ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ മൈൻഡ് വെച്ചിട്ട് തന്നെ കാണാം ഈ പടം. പിന്നെ ഇതൊരു ഫുൾ ഓൺ ആക്ഷൻ പാക്ഡ് മൂവി ആയിട്ട് ആരും കാണാണ്ടിരിക്കുക. അങ്ങനെയൊക്കെ എക്സ്പെക്ട് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അതൊരു ലാഗ് പോലൊക്കെ ഇങ്ങനെ തോന്നാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഇതൊരു ലോ ബഡ്ജറ്റാണ്. അപ്പം അതിൻ്റെതായ ചില സീൻസിൽ ചിലൊരു ഇഷ്യൂസൊക്കെ നമുക്ക് തോന്നും. കാരണം എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോഡ്സില്ലയുടെ നടത്തൊക്കെ ഒരു സുഖമില്ലാത്ത ഒരു റോബോട്ടൊക്കെ നടക്കണ പോലൊക്കെ ഇടയ്ക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ആനിമെട്രോണിക്സ് എന്നുള്ള സംഭവമാണ്. കാരണം നമ്മൾ പണ്ട് ജുറാസിക് പാർക്കിലൊക്കെ കണ്ടുവരുന്ന പോലെ ആ ഒരു ലെവലിലാണ് പിടിച്ചിട്ടുള്ളത് ഇവർ. അപ്പം അതിൻ്റെതായ ചില ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ചില സീനിലൊക്കെ നമുക്ക് തോന്നും റെഡിക്ക് ഒരു ലോ ബഡ്ജറ്റ് ആയിട്ടൊക്കെ തോന്നും. പക്ഷെ ചില സീൻസൊക്കെ കണ്ടുകഴിഞ്ഞാൽ ശരിക്കും ഞെട്ടി പോവുകയും ചെയ്യും. ഈ ഒരു 100 കോടിക്ക് ഇങ്ങനെയൊക്കെ എടുത്ത് വെക്കാൻ പറ്റുമെന്നുള്ള ലെവലിലൊക്കെ പോയിട്ടുണ്ട്. ചില സീൻസൊക്കെ അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ബഡ്ജറ്റിലുള്ളൂ. കാരണം നമുക്കും നമ്മളെ മലയാളം ഇൻഡസ്ട്രിക്കും ഇതൊക്കെ എടുക്കാൻ പറ്റുമെന്നുള്ളൂ. അത്ര ബഡ്ജറ്റേ ഉള്ളൂ ഈ പടത്തിനൊക്കെ. നമ്മളെ മലയാളം ഇൻഡസ്ട്രിയിലും 100 കോടി പടത്തിനൊക്കെ 2-3 പടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ മറ്റുള്ള ഇൻഡസ്ട്രി വെച്ച് നോക്കുമ്പോൾ 700-750 കോടിക്കൊക്കെ വെച്ചിട്ടുള്ള കമ്പയർ ചെയ്യുമ്പോൾ ഇതൊക്കെ എത്രയോ ബെറ്റർ ആണെന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മതി. അപ്പോൾ ചില സീൻസൊക്കെ നമ്മൾ അത് മൈൻഡ് വെച്ചിട്ട് തന്നെ കാണാം. കാരണം ബഡ്ജറ്റ് കുറവാണെന്നുള്ള ലെവലിൽ. അപ്പോൾ എനിക്ക് ഇഷ്യൂസ് വന്ന് ഇങ്ങനെയൊക്കെയാണ്. ചില അവർക്ക് ആ സീൻ നടത്താൻ അവർക്ക് എന്താണെന്നും അറിയില്ല. ചിലപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റാത്ത സീനായതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ നടത്താം. ആ ഒരു നടത്താൻ എനിക്ക് അത് ശരിക്കും അതൊരു ഇതുപോലെ തോന്നി. അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. വേറെ ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല. പക്ഷേ ചില സീൻസൊക്കെ ആക്ഷൻ സീൻസൊക്കെ ശരിക്കും ഞെട്ടിപ്പോണ രീതിയിലൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു ഫുൾ ഓൺ ആക്ഷൻ പാക്ഡ് മൂവി അല്ല, അത് മൈൻഡ് വെച്ച് കാണാം. ഇതൊരു ബാലൻസ് ആയിട്ടാണ്. ഗോഡ്സില്ല എപ്പോഴും വന്ന് ഇങ്ങനെ ആക്ഷൻ സീൻസ് ആയിട്ടുള്ള അങ്ങനത്തെ സീൻസൊക്കെ ഭയങ്കര കുറവാണ്. കാരണം കുറച്ച് നേരം വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഗോഡ്സില്ലൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊരു നമുക്കൊരു നായകൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അങ്ങനെ മറ്റുള്ള ആൾക്കാരെ ജപ്പാൻ്റെ 2ാം വേൾഡ് വാർ 2-ൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ടൈമിൽ ഗോഡ്സില്ല വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ അങ്ങനെയൊക്കെ ആയിട്ട് കാണിക്കുന്നൊരു പടമാണ്. അപ്പോൾ അതൊക്കെ മൈൻഡ് വെച്ച് കാണാം. പിന്നെ ക്ലൈമാക്സ് ഒക്കെ രസമായിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊരു നല്ലൊരു ഫീൽ ഗുഡ് പടമായിട്ടാണ് തോന്നിയത്. അതിൽ ഗോഡ്സില്ല ഒരു ക്യാരക്ടറാക്കിയും കൂടി വന്നപ്പോൾ അതൊരു രസമായിട്ട് കൊണ്ടുവന്നുണ്ട് പടം. പിന്നെ ചില സ്ഥലത്തൊക്കെ ചെറിയൊരു ലാഗൊക്കെ തോന്നും. കാരണം അത് നമ്മൾ മനസ്സിൽ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫുൾ ഓൺ ഗോഡ്സില്ല പടം അല്ല എന്നാണ് മനസ്സിൽ വെക്കേണ്ടത്. അങ്ങനെയൊക്കെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ സൂപ്പറാവും. ശരിക്കും എനിക്ക് പടം നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു മൈൻഡിലിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇതിൻ്റെ VFX ഒക്കെ നമുക്ക് കാണാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. 100 കോടിക്ക് എങ്ങനെയാണ് ഇവർ എടുത്ത് വെച്ചത് എന്നുള്ളത്. കാരണം ആ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു പടം ഇറങ്ങാനായിട്ട് മുന്നേ. നമുക്കിത് കാണാൻ വേണ്ടി OTT-ൽ ഇറങ്ങാനായിട്ട് മുന്നേ ഇങ്ങനെയൊക്കെ അവാർഡ് കിട്ടി, ഇങ്ങനെയൊക്കെ ആൾക്കാർ അത്യാവശ്യം 100 കോടിക്ക് അടുത്ത് ബഡ്ജറ്റും 2000 കോടിയൊക്കെ വാരി എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു പടം കാണാനായിട്ട്. ആ ഹൈപ്പ് നിലനിർത്തി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അതൊക്കെ ഓരോരുത്തരെ അഭിപ്രായം അനുസരിച്ചിരിക്കും. എന്തായാലും പടം എല്ലാവരും കാണാം, കണ്ടിട്ട് അഭിപ്രായം പറയാം.